പുട്ടാണ് ഇഷ്ടം? എനിക്ക് പൊതുവെ പുട്ടിനോട് ഇഷ്ടം. പുട്ടാണ്. പുട്ടിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണ്? പുട്ടിന് ശരിക്കും ഒന്നുകിൽ ചെറുപയറാണ് അല്ലെങ്കിൽ കടലയാണ്. കുറച്ച് പുതിയ പിള്ളേർ ചരിത്രം തിരുത്തി കുറിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ പഴയ ചരിത്രവും ഭൂമിശാസ്ത്രവും. ഈ പുട്ടിന് ഇവിടെ ബീഫാക്കി എങ്ങനെ ഉണ്ടാവും? ഈ പുട്ടിന് ഇവിടെ ബീഫാക്കി എങ്ങനെ ഉണ്ടാവും? ഞാൻ ആരുമല്ല, നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഈ പുട്ടിന് ഇവിടെ ബീഫാക്കി എങ്ങനെ ഉണ്ടാവും? ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. ഉദാഹരണത്തിന് നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ബീഫ് കഴിക്കില്ല? ഞാൻ കഴിക്കാറില്ല. ഉള്ളി കൂട്ടിയൊന്നും കഴിക്കില്ല. നമ്മളെയാണല്ലോ മച്ചൻ ഞാൻ ബീഫ് കഴിക്കാറില്ല എന്നേ ഉള്ളൂ. ബീഫ് കഴിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു വിരോധമില്ല, കഴിക്കാൻ പാടില്ല എന്നുള്ള ഏർപ്പാടും എനിക്കില്ല. ഒരു ബീഫിന്റെ കഷ്ണങ്ങളെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബീഫ് കഴിക്കാം. എനിക്കിപ്പോ പൊറോട്ട ബീഫ് റോസ്റ്റും വേണം. ഈ BJP-ക്കാര് പൊതുവെ ബീഫ് കഴിക്കില്ല എന്ന് പറയുന്നതാണ്. അങ്ങനൊന്നുമില്ല, ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കുമല്ലോ. ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പക്ഷെ ഇപ്പൊ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ അവസ്ഥ എന്താണ്? കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള. പിന്നെന്താ BJP-ക്കാരായതുകൊണ്ട് അവരാരും ബീഫ് കഴിക്കാറില്ല, കഴിക്കാൻ പാടില്ല. ഒരു 2 പൊറോട്ടയും പിന്നെ ഒരു ബീഫ് ഫ്രൈ, ഉള്ളി ശരിക്കും വിതറിക്കോട്ടാ. ബീഫ് മലയാളികൾ കഴിക്കുന്ന ഒരു വിഭവമാണ്. ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തിന്റെ ഇതാണ്. കേരളത്തിൽ പൊതുവെ എല്ലാവരും ബീഫ് കഴിക്കാറുണ്ട്. ഇത്തിരി ബീഫ് കഴിച്ചോളൊന്നും മൂപ്പര് വിളിക്കില്ല എന്റെ അമ്മച്ചി. അപ്പൊ കഴിക്കുന്ന BJP-ക്കാരുണ്ടാവും, ഇഷ്ടമില്ലാത്ത BJP-ക്കാർക്ക് ബീഫ് കഴിക്കാം. ഭക്ഷണം എന്ന് പറയുന്ന അവനവന്റെ താല്പര്യമാണ്. ഈ മഞ്ഞ ടീഷർട്ട് ഒക്കെ എടുത്ത് എന്റെ കടയിൽ വന്ന് ലാസ്റ്റ് നീ അങ്ങനെ വർത്തമാനം പറഞ്ഞതിന്റെ കാര്യം എന്തുവാ? എടാ നമ്മൾ മലയാളികളാ. ഭക്ഷണം ഓരോരുത്തരെയും വ്യക്തിപരമായ ഇഷ്ടമാണ്. എന്താണോ അവർക്ക് താല്പര്യം അത് കഴിക്കാം. പിന്നെ ഒരു പ്രശ്നം, ബീഫ് എന്ന് പറയുന്ന പശുവല്ല, അത് തെറ്റിദ്ധാരണകളുണ്ടാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? കേരളത്തിലും ഒരു പശുവിനെ പോലും കൊല്ലാൻ അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന ജനറൽ കെ സുരേന്ദ്രൻ. പശുവിനെ കൊല്ലാൻ ധൈര്യമുള്ളവരെ വെല്ലുവിളിക്കുന്നുവെന്നും സുരേന്ദ്രൻ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. ഞാൻ പറയുന്നു, പശുക്കളെ കൊല്ലാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല. അത് മലപ്പുറം എവിടെയായാലും ഞങ്ങൾ സമ്മതിക്കില്ല. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എങ്ങനെ ഇതെങ്കിലും ഇവിടെ എത്തുന്നെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കുട്ടി ഒരു തമാശ പറഞ്ഞതല്ലേ, നീ ഞാൻ ദേഷ്യപ്പെട്ടാലോ? സംഘടനാപരമായിട്ടൊരു അനുമതി കേട്ടോ BJP-ക്കാർക്കുള്ള. അതിന് BJP ഒരിക്കലും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരോടും പറയില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അത് ശരിയാണ്. നമ്മളെ എതിർ പാർട്ടിക്കാർ പറയുന്നത് BJP കുറിച്ച് പറയുന്ന പലതും ശരിയല്ലല്ലോ. പൊതുവെയുള്ള ജനസംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ആൾക്കാർ അതൊക്കെ ചോദിക്കുമോ, നിങ്ങൾ ബീഫിനെതിരല്ലേ? ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ഒരാളും ചോദിക്കാറില്ല. കാരണം ആൾക്കാർക്ക് അറിയാം ഇതൊക്കെ വെറുതെ ഒരു പ്രചരണം മാത്രമാണ്. എവിടുന്ന് പിന്നെ ഇൻസ്പിറേഷൻ കിട്ടി നിങ്ങൾക്ക്? നമ്മൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ചാണ് അവർ പറയാൻ. അവർക്ക് റേഷൻ കിട്ടുന്നില്ല, അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, അവിടെ കിട്ടുന്നില്ല എന്നൊരു പരാതി ആരും പറഞ്ഞില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. നമ്മൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ചാണ് അവർ പറയാൻ. അവർക്ക് റേഷൻ കിട്ടുന്നില്ല, അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, അവിടെ കിട്ടുന്നില്ല എന്നൊരു പരാതി ആരും പറഞ്ഞില്ല. ആരും പറഞ്ഞിട്ടില്ല. നിർത്തി അവമാനിക്കുവാണ്. വീട്ടിൽ ചില അത്യാവശ്യം ഉണ്ട്.